അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറച്ച് ഇവിടുന്ന് ചെടി പരിപാടിയൊക്കെ മാറ്റി കുഴിച്ചിടണം, അതേപോലെ കുറച്ച് കവുങ്ങിന്റെ ഒക്കെ തൈ മുളച്ചു വന്നിട്ട് നമ്മുടെ ചെടിയുടെ കൂട്ടത്തിൽ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹായ് ഹായ്. സാധാരണ ഇതിനുള്ളിലൊരു അടക്ക കാണാറുണ്ട്, പക്ഷെ ചിലതിനുള്ളൊന്നും കാണുന്നില്ല. ഞാനിത് പറിച്ചെടുക്കുന്നവർക്കുള്ള പ്രശ്നമാണ് എന്താണെന്നോ. നമുക്കങ്ങനെ എല്ലാ ഭാഗത്തും കുഴിച്ചിടാൻ പറ്റുന്നില്ല. ചില ഏരിയകളിൽ നമ്മൾ ഈ വഴി ആയതുകൊണ്ട്, അപ്പുറത്തേക്ക് കിടക്കാനുള്ള വഴിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ വീഡിയോ എപ്പോഴാണ് കാണേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഗുഡ് മോർണിംഗ്. ഇനി വൈകുന്നേരം ആണെങ്കിൽ ഗുഡ് ഈവനിങ്, ഉച്ചയ്ക്കാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ, ഇവർ രാത്രി ഉറങ്ങാൻ നേരത്താണെങ്കിൽ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്. അപ്പം ഗൈസ്, ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവിക ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണല്ലോ ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ എൻ്റെ ഒരു ഡേ, അതായത് ഇന്ന് ഞാൻ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ട് ഒരു വ്ളോഗ് ഇട്ടേക്കാന്ന് വിചാരിച്ചത്. ഞാൻ വീട്ടിൽ തന്നെയാണ് ഓൾറെഡി. ഇപ്പോൾ വേറെ പ്രത്യേകിച്ച് പണി കാര്യങ്ങളൊന്നും ഇല്ല, പ്രോഗ്രാമും ഇല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വീട്ടിലെ കുറച്ച് ചില്ലറ പണികളൊക്കെ ഉണ്ട്, അപ്പൊ അതൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഒരു വ്ളോഗ് ആക്കിയേക്കാൻ ഒരു വിചാരം വന്നു ഗൈസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഒന്നുമില്ല, ഞാനിപ്പോൾ എണീറ്റിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് ഒരു ഷോപ്പ് വേണ്ടി കാണിച്ചാൽ ഞാൻ ഇപ്പൊ എണീറ്റിട്ടുള്ളൂ. അപ്പൊ ഞാൻ രാവിലെ മുതലുള്ള കാര്യങ്ങൾ വ്ളോഗ് ആക്കാന്ന്. അപ്പൊ അങ്ങനെ ആവട്ടെ ഗൈസ്. ഞാൻ രാവിലെ നേരെ പോകുന്നു, ചായ അടിക്കുന്നു, പല്ലേക്കുന്നു, ചായ അടിക്കുന്നു, കുളിക്കുന്നു. അല്ലല്ല, കുളി നടക്കൂല, കാരണം പറമ്പിലിറങ്ങിയിട്ടുള്ള പണിയുണ്ട് ഗൈസ്, കളിക്കാനൊക്കെ ഉണ്ട് കുറച്ച്. അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. കുറച്ച് ഇവിടുന്ന് ചെടി പരിപാടിയൊക്കെ മാറ്റി കുഴിച്ചിടണം, അതേപോലെ കുറച്ച് കവുങ്ങിന്റെ ഒക്കെ തൈ മുളച്ചു വന്നിട്ട് നമ്മുടെ ചെടിയുടെ കൂട്ടത്തിൽ. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും കയറി എടുത്താൽ മുളയ്ക്കണ്ട. അപ്പൊ നമ്മൾ അതെടുത്തിട്ട് മാറ്റി കുഴിച്ചിടുന്നു. ഇങ്ങനത്തെ ചെറിയ ചെറിയ കലാപരിപാടികൾ. ഇതിന്റെ ഇടയ്ക്ക് ഏറ്റവും വലിയ നമുക്ക് വരുന്നൊരു ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ, തൊട്ടപ്പുറത്തെ വീട്ടിൽ ടൈൽസിൽ നിന്ന് പണി നടക്കണം. അപ്പൊ ഇവരിത് രാവിലെ മുതൽ തുടങ്ങും വൈകുന്നേരം വരെ. എനിക്ക് അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു പരിപാടി നടക്കുന്നില്ല. വീഡിയോ പരിപാടി ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഷൂട്ട് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ ഈ പരിപാടി നടക്കുന്നില്ല, കാരണം അവിടെ ഭയങ്കര ബഹളമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് പറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഞാൻ കുറച്ച് കൂടുതലും കാര്യങ്ങളൊക്കെ കാണിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ ഓക്കെ ഗൈസ്, നേരെ താഴെ ഇറങ്ങട്ടെ. രാവിലെ തന്നെ വലിയ എനർജി ഇല്ല കേട്ടോ സത്യം പറഞ്ഞാൽ. നമ്മൾ ഒന്ന് പമ്പാവണം, ചായ കുടിക്കട്ടെ, വരാ കാണിച്ചു തരാം. ഗൈസ്, നമ്മൾ പോയിട്ടില്ല, റൂമിൽ തന്നെയാണ്. അപ്പൊ ഇതാണ് എൻ്റെ റൂം. അയ്യോ, ഇത് പുറത്ത് മുടക്കിച്ചില്ല, അവിടെ പുറത്ത് മുടക്കാം. ഗൈസ്, ഇതാണ് എൻ്റെ ടേബിൾ. ഇവിടെ ഇതാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം ഇപ്പം നിലവിൽ, പ്രേമനഗരം, ബിനീഷ് പുതുപ്പാണ്. നല്ല രസമുണ്ട്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ. നല്ല രസമുള്ള ഒരു അവിഹിതം പരിപാടിയൊക്കെയാണ്. നിങ്ങളത് വായിക്കാത്തൊരു വായിക്കുക. സത്യം പറഞ്ഞാൽ ഇത് വായിച്ചിട്ടില്ല, കഴിച്ചിട്ടില്ല കഴിച്ചത്, അതായത് തുടങ്ങിയിട്ടുള്ളൂ ജസ്റ്റ്. അപ്പോൾ അവിഹിതം പരിപാടിയൊക്കെ ആണെന്നാണ് ഞാൻ മുമ്പ് കേട്ടതും. ഇത് തന്നെയാണ്, അങ്ങനെ തന്നെ വായിച്ചത്. ഞാൻ വായിച്ചതല്ല, നിർമ്മലിൻ്റെയാണ് പുസ്തകം. അപ്പോൾ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്നു. അതൊക്കെ എന്തിനാണ് നിങ്ങളോട് പറയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കേസ് ഇതൊക്കെയാണ് എൻ്റെ റൂം. പിന്നെ ഇത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം, എന്നിട്ട് പോകണം കേസ്. സമയം ഓൾറെഡി നമ്മളെ വിചാരിച്ചെടുത്തൊന്നും അപ്പുറം പോയിട്ടാണ്. ഞാൻ രാവിലെ എണീറ്റിട്ട് തന്നെ ഈ പരിപാടികളൊക്കെ തുടങ്ങണം എന്നായിരുന്നു വിചാരിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ സമയം 10:50, 11 മണിയാവാനേ. സത്യം പറഞ്ഞാൽ മടിയുണ്ട് ഇനി ഇറങ്ങുകയെന്ന് പറയുമ്പോൾ. രാവിലെ ഞാൻ ഫ്ലോർ അങ്ങ് പോയാൽ, പക്ഷേ കുഴപ്പമില്ല, നമ്മളെന്തായാലും ചെയ്ത് നോക്കാം. വ്ലോഗ് എടുത്തു പോയല്ലോ. അപ്പോൾ ഈ വേറെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതൊക്കെ എൻ്റെ ചേട്ടൻ്റെ ആണ്. ചേട്ടൻ ബോഡി ബിൽഡറാണ്. ഇതൊക്കെ ഇതിൻ്റെ ഇപ്പുറത്താണ്, ഇതിന് മുൻവശം. ഇതൊക്കെ ഇവിടെ അങ്ങനെ അടുക്കി വെച്ചു എന്നുള്ളൂ. അത്ര കൂടുതൽ ഇത് എന്താ പറയുക, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണിച്ചു തരുന്നുണ്ട്. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചേട്ടനെ കാണിച്ചു തരാം. അതെ ധൈര്യം, അതെ ചേട്ടൻ. ഇതാണ് ചേട്ടൻ. ആള് ഇപ്പം കുറച്ച് കോലമൊക്കെ മാറിയിട്ടുണ്ട്. ഇതാണ് കൃഷ്ണൻ. ഇതൊക്കെ ഓരോ സർട്ടിഫിക്കറ്റും കുറേ ഉപഹാരങ്ങളും അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നമുക്ക് വിഷയമല്ല. ചേട്ടനോടെ ഇല്ല, ഇവിടെ ഖത്തറിലാണ്, ട്രെയിനറാണ്. ജിം ട്രെയിനറായിട്ട്
പോയതാ. അമ്മ ഉണ്ടാവൂല, പോയവിടെ ആരും ഇല്ലേ? അമ്മാ എവിടെ? ആ ഗുഡ് മോർണിംഗ്. ഒന്നുമില്ല, വെറുതെ ഞാനിന്ന് മറ്റേ കൗങ്ങുന്തേക്കില്ലേ അതൊക്കെ ഒന്ന് മാറ്റി കുഴിച്ചിട്ടാന്ന് വിചാരിച്ചു. ഓക്കെ അല്ലേ? കുറേ ദിവസമായില്ലേ വിചാരിക്കുന്നു. പക്ഷെ നമ്മളവിടെ മറ്റേ ഇതിൻ്റെ സൗണ്ടാണ് ഭയങ്കരമായിട്ട്. അപ്പോൾ പരിപാടി നടക്കുമെന്നറിയില്ല. എന്തായാലും ഇനിയൊന്ന് പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് ഫ്രഷായിട്ട് വരാൻ കഴിയും. ഇതെന്ത് ഇവിടെ തൂങ്ങി കിടക്കുന്നു ഗൈസ്? ഇതെന്തത്? ഇരുമ്പിട്ടതല്ല, അലക്കിയിട്ടതല്ല, കഴുകിയിട്ട് കുട്ടികളെ അങ്ങനെയല്ല. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് വശമുണ്ട്. ആഹാ, നല്ല മഴ പെയ്ത് ഇപ്പോഴും പൊരിച്ചുകൊണ്ടിരിക്കുന്നു. വാടാ കിറ്റുണ്ണി, ഇതാണ് കിറ്റു. എടാ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹായ് ഹായ്. ഇവൻ കിറ്റു. ഇവൻ 1 വയസ്സുണ്ടാവില്ല അമ്മവന്? 1 വയസ്സുണ്ടാവില്ല അവന്? 1 വയസ്സുണ്ടാവും. 1 വയസ്സ്. പറടാ ഹായ്, പറടാ ഹായ് പറ. ഗൈസ് നമ്മളെ വീട്ടിലെ വേറെ മെമ്പറാണ്. അപ്പുറത്ത് പിന്നെ മിലോണ്ട്. ഞാൻ പിന്നെ ഇവരെ ഇടയ്ക്കിടയ്ക്ക് ഷോർട്സിലൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അവെന്തായാലും കുളിച്ച് സെറ്റായിട്ട് പല്ല് വെച്ച് ചായ കുടിച്ചിട്ടൊക്കെ വരാം ഗൈസ്. അങ്ങനെ നമ്മളത് ചായ കുടി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറച്ച് ലേറ്റായി, കാരണം ഞാനിതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് നല്ല മഴ, ഒടുക്കത്തെ മഴ. ഇപ്പോൾ ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലോ വെറുതെ മിലോ ഇങ്ങനെ കിടക്കുന്നുണ്ട്. മിലോ ഒരു പട്ടീനെ കണ്ടിട്ട് മിലോ ചുമ്മാരി. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാൻ നിൽക്കണം. ഓൾറെഡി ലേറ്റായി, പക്ഷെ എന്തായാലും നമുക്ക് തീർത്തേക്കാന്ന് വെച്ചത് ഈ കാണുന്ന ഇവിടെ കാട് പിടിച്ച പോലെ കിടക്കുന്ന ഈ മറ്റേ കവുങ്ങ് തൈ സാധനങ്ങളാണ് കേട്ടോ നമ്മൾ പറിച്ചുകൊണ്ട്. എൻ്റെ അമ്മ ഇത് കുറേ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്. ഇതില്ല കേട്ടാ, ഈ വലുത് ഇതൊരു ചെടിയാണ്, അത് ഇവിടെയൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്, അവിടെ താഴെ ഉണ്ടായിരുന്ന പുല്ലൊക്കെ പോയിട്ടാണ് അതിങ്ങനെ അതിൻ്റെ അടിയിൽ എന്തൊക്കെയോ അന്ന് കിടന്ന് വരാം. ഇനി സെറ്റ് ചെയ്യണം, കുറേ പണിയുണ്ട്. പക്ഷേ ഇന്നത്തെ പണി ഈ ഇതുപോലത്തെ കവുങ്ങിൻ്റെ തൈകൾ മൊത്തം എടുത്തിട്ട് ഇതാക്കാം. എന്താണേ ആ കിറ്റ് കൊണ്ട് കിട്ടാം അവിടെ അമ്മേൻ്റെ കൂടെ. കമ്പനിയായി. അതിവിടെ കുറേ പണിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇതൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല, ഞാൻ കൂടുതൽ കാണിച്ചിരുന്നില്ല. അവിടെ മൊത്തം കാട് പിടിച്ച പോലെ കിടക്കുകയാണ്. ചെടി കാര്യങ്ങളൊക്കെ ഒന്ന് ഇനി വെട്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. ഇതൊക്കെ മുമ്പ് നമ്മൾ കൊറോണയുടെ ഒക്കെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ സമയത്ത് സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ പുല്ല് ഇതൊക്കെ. പക്ഷെ പിന്നെ അത് ഭയങ്കര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ നടക്കുന്നു. അപ്പം ഇനി ഈ വക സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. സെറ്റ് ചെയ്യല്ല, ആദ്യം ഒന്ന് പറക്കട്ടെ. എന്നിട്ട് അപ്പുറത്താട്ടോ നമ്മളെ പറമ്പ്, ഇതേ ആ കാണുന്നു. അവിടെ മൊത്തത്തിൽ തിക്കാണ്, ഈ കവുങ്ങിൻ്റെ തൈയും പരിപാടികളൊക്കെ കൊണ്ട് തിക്കാണ്. അപ്പം നമുക്കുള്ള ഗ്യാപ്പിനനുസരിച്ച് കുഴിച്ചിടാം. ബാക്കി പിന്നെ ആർക്കെങ്കിലൊക്കെ കൊടുക്കാം. നമ്മളെ കസിൻസ് ഒരു ആരെങ്കിലൊക്കെ വരുമ്പോൾ സാധാരണ കൊണ്ടുപോകാറുണ്ട് കവുങ്ങിൻ്റെ തൈ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇതൊന്ന് പറിച്ചിട്ട് വരാം ഗൈസ്. ആ കിട്ടും. ഗൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ചൊന്നല്ല, കുറച്ചധികം ഉണ്ട്. സാധാരണ ഇതിനുള്ളിലൊരു അടക്ക കാണാറുണ്ട്, പക്ഷെ ചിലതിൻ്റെ ഉള്ളൊന്നും കാണില്ല. ഞാനിത് പറിച്ചെടുക്കുന്നവർക്കുള്ള പ്രശ്നമാണ് എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഞാനെല്ലാം പറക്കില്ല, കാരണം നമുക്കിത് ഇതിൻ്റെ ആവശ്യം പറ്റില്ല. പറയണ്ടില്ല, ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളൂ, ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളൂ. അയ്യോ എന്നിട്ട് ചെടി മൊത്തം അലമ്പാക്കാനായിട്ട് വെറുതെ ഇനിയിപ്പോൾ ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവും. അപ്പോൾ ചെടി മൊത്തം അലമ്പാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊക്കെ പോരുന്നുണ്ട് കേട്ടോ. അതായത് അടക്ക ഇല്ലാണ്ട് പോരുന്നുണ്ട്. ഇതണ്ട, അത് കാണുന്നുണ്ടോ? അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല. ഞാൻ ഒരു മണ്ടം തന്നെ കഴിച്ചു. ഇതാ ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ ഇത് വലുതാവുന്നതനുസരിച്ച് ഇത് കേടന്ന് പോകും തോന്നുന്നു. പിന്നെ ഈ വേര് മാത്രമായിട്ട് ഇതൊരു തൈ പോലെ, കാരണം ഇതിനൊറ്റൊന്നിനും ആ തൈയില്ല, അടക്ക കാണുന്നില്ല. കാരണം വലുതാവുമ്പോൾ അതൊന്നുമില്ല, ചെറുപ്പത്തിൽ മാത്രം ഇതേപോലെ ഇങ്ങനെ അടക്ക കാണുന്നുള്ളൂ. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ സിസ്റ്റം.
അങ്ങനെ കുറേയൊക്കെ നമ്മൾ പറിച്ചിട്ടാ. ഇനിയും കുറച്ച് ചില്ലറ കച്ചറ പരിപാടികളുണ്ട്. അതെ, ഇടയിൽ പിന്നെയും കഴിഞ്ഞിട്ടും ബാക്കി ബാലൻസ് നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടിരിക്കുകയാണ്. ഇനി ഉണ്ടോ നോക്കാം. ആവശ്യമില്ല. അടുത്തത് ഇനിയുണ്ടാ. ഇതിവിടെ എൻ്റെ മോനെ. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടതാണ്. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന ഈ പ്ലാൻ ഇടുന്ന സമയത്ത് ഏകദേശം നമ്മളിങ്ങോട്ട് നോക്കിയിട്ട് ഒരു 10 രൂപ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു. അപ്പോഴാണ് അങ്ങനെയാണ് ഈ പരിപാടി തുടങ്ങിയത്. അല്ലെങ്കിൽ ഇതൊരു വ്ളോഗാക്കാന്നൊക്കെ വിചാരിച്ചു. കാരണം വ്ളോഗിലേക്ക് ഒരു 10 രൂപ നമ്മൾ ടോട്ടൽ കുഴിച്ചിടുന്ന ആ ഒരു പരിപാടി മതി എന്നായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് തുടങ്ങിയപ്പോൾ കഴിച്ച് ഇത് എത്ര ഉണ്ട് എൻ്റെ മോനെ. ഇതൊരു നിലയ്ക്ക് തീരുമല്ലോ കഴിച്ച്. അതുകൊണ്ട് ഇത് മുഴുവനായിട്ട് ഞാൻ എന്തായാലും കുഴിച്ചിടാൻ നിൽക്കില്ല. ഓൾറെഡി ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ അയ്യോ, ഇതിൻ്റെ ഉള്ളിലൂടെ കയറി ഗൈസ്. ഇത് ചെടി മാത്രമല്ല കേട്ടോ, ഈ കാണുന്ന തയ്യ, ഇതാണ് ചെടി. ഇവനിനി എങ്ങനെ എടുക്കും? യെസ് ഗൈസ്, ഞാനത് വ്ളോഗായിരുന്നില്ല, ലൈവായിരുന്നു കണ്ടായിരുന്നു. ഇത് വേണ്ടവർ പെട്ടെന്ന് വരിക, ഇത് കൊണ്ടുപോവുക. അപ്പോൾ ഓൾമോസ്റ്റ് തീർന്നെന്ന് തോന്നുന്നിട്ടാ. ഇനി ഏകദേശം എല്ലാം എടുത്തിട്ടുണ്ട് നമ്മൾ. ഇതേ മൊത്തം ഇവിടെ ഉണ്ട്. ഇനി ഇതെല്ലാം കൂടെ കുഴിച്ചിടണം. എല്ലാം കുഴിച്ചിടാൻ കഴിയില്ല, കുറച്ചൊക്കെ കുഴിച്ചിട്ടിട്ട് ബാക്കി നമ്മൾ വീണാൻ എന്താ ഭാഗ്യത്തിന് വ്ളോഗിൽ കിട്ടൂല. ഇനി വീണാൽ ഞാൻ വ്ളോഗിലിടില്ലല്ലോ ഏത് ഗൈസ്. അപ്പോൾ ദേ ഇതാണ് നമ്മൾ പറമ്പ്. ഇവിടെ ഇതിനിടയിൽ നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ട് അതിനുള്ളിൽ കുഴിച്ചിടണം. അതിനപ്പുറത്ത് കൂടെ ഗ്യാപ്പിലൂടെ ഒരു ലൈന് പോകുന്നുണ്ട്, പോസ്റ്റിൻ്റെ അവിടെ കറണ്ടിൻ്റെ ലൈന്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് കുഴിച്ചിടാൻ. എന്തായാലും നോക്കട്ടെ ഗൈസ്, കാണിച്ചു തരാം. അപ്പോൾ അതെ, ചെറുതും വലുതും അതിലും വലുതുമായിട്ടുള്ള കുറേ എണ്ണം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഞാൻ അതെ ചിലപ്പോൾ ചെറുതൊന്നും കുഴിച്ചിടില്ല. ആദ്യം ഏതായാലും തുടങ്ങിയില്ല, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഇതിൽ വലുത് കുഴിച്ചിടാം. ബാക്കി സമയം ഉണ്ടെങ്കിൽ മൂടും ഉണ്ടെങ്കിൽ ചെറുത് കുഴിച്ചിടാം ഗൈസ്. അപ്പോൾ ഏതായാലും കാണിച്ചു തരാം. ഇവിടെ മൊത്തം വഴുക്കലും പരിപാടിയൊക്കെയാണ് കേട്ടോ. മഴയൊക്കെ പെയ്തുകൊണ്ട് ഓൾറെഡി ഞാൻ കുറച്ച് മഴ കൊണ്ടിട്ടാണ് നിൽക്കുന്നത്. ഇനി മഴ പെയ്താലും വലിയ കുഴപ്പമില്ല. എന്തായാലും നമ്മൾ പണി തുടങ്ങിയില്ലേ, തീർത്തിട്ടുണ്ട് കുഴപ്പമില്ല. ഒരു തേങ്ങ ജസ്റ്റ് മിസ്. അങ്ങനെ ഈ വ്ളോഗോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചതന്നെയല്ല ഗൈസ്. തൊട്ടപ്പുറത്തൊരു തേങ്ങ വീണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. താങ്ക് യുടാ മുത്തേ. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഇവിടെ കുഴിച്ചിടാൻ തോന്നിയാൽ കാരണം ഇത് കഴിഞ്ഞാൽ എന്താ അപ്പുറത്തേക്ക് പോകും, നമ്മുടെ തലയിലേക്കുള്ളതായില്ലേ. ഇതെന്താണുണ്ടോ എന്തായാലും മുറിച്ചു. അങ്ങനെ അടുത്തൊരു ഏരിയ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ കുഴിച്ചിടാം. കാണിച്ചു തരാട്ടെ. നമുക്കങ്ങനെ എല്ലാ ഭാഗത്തും കുഴിച്ചിടാൻ പറ്റുന്നില്ല. ചില ഏരിയകൾ നമ്മൾ ഈ വഴി ആയതുകൊണ്ട്, അപ്പുറത്തേക്ക് കിടക്കാനുള്ള വഴിയൊക്കെ ആയതുകൊണ്ട് അവിടെ ഒന്നും കുഴിച്ചിടാൻ പറ്റില്ല. പിന്നുള്ളത് നമുക്ക് ഈ പറമ്പ് ഇവിടെ നനയ്ക്കുന്നതുകൊണ്ട് വേനൽക്കാലത്തൊക്കെ നനയ്ക്കണമല്ലോ. അപ്പോൾ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളതുകൊണ്ട് ആ ഭാഗം നമുക്ക് വിടണം. അതുകൊണ്ട് ഒരു ഏരിയ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചൊന്നും ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. അതെ, ഈ ഏരിയ കേട്ടോ. ഇത് ഇവിടെയാണ്, അതാണ് ഞാൻ പറഞ്ഞ ലൈൻ. ദേ ആ കാണുന്ന അവിടെ. അപ്പം ക്യാമറ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. ചെടീൻ്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തോണ്ട് കുഴിച്ചു വെച്ചു. കൊറേ ഉണ്ടായിരുന്നു. ഒത്തില്ല. ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. ഞാൻ ഇങ്ങനെ ആർക്കും കൊടുത്തു ഒഴിവാക്കാൻ പറ്റു വെച്ചിട്ട്.
അങ്ങനെ ആ വലിയ തൈകളൊക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മൾ തളർന്നിട്ടില്ല. നമുക്ക് കുറച്ച് ചെറിയ തൈ കൂടെ കുഴിച്ചിടാം. പറ്റുന്നിടത്തോളം കുഴിച്ചിടാം. സ്ഥലം ഉണ്ടെങ്കിൽ ബാക്കി അനുസരിച്ച് നമുക്ക് ഒഴിവാക്കില്ല, വേറെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ആർക്കെങ്കിലും വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാം. വരാം ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടും അവിടെ സാധനങ്ങളും എടുത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ ഉണ്ടോ ഇവിടെ അതിന് മൊത്തം സ്ഥലമില്ല. ഇതാണ് കുറേ ഉണ്ട് തന്നെ തീരുന്നില്ല. ഒരു ആവേശത്തിന് കയറി ചെയ്യുകയും ചെയ്ത് ഓക്കെ. മഞ്ഞളായിരുന്നില്ല, ഇത് കുഴിച്ചിട്ടാന്ന് തോന്നുന്നില്ല. മഞ്ഞൾ പക്ഷെ നമുക്കിത് കുഴിച്ചിടാം. കാട്ടുമഞ്ഞളല്ലായിരിക്കും. ഇനിവേ ആകെ ഇതും കൂടെ ബാക്കി കേട്ടോ. ബാക്കിയെല്ലാം തരുന്നു. കുറേ ഇതിൽ പോയി. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ വെറുതെ അലമ്പാക്കണ്ടല്ലോ. ഇത് അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടാം. സ്ഥലം നോക്കട്ടെ ഗൈസ്, തരാം. അങ്ങനെ നമ്മൾ അങ്ങനെ എല്ലാ തൈകളും കുഴിച്ചിട്ടിട്ടാ കഴിഞ്ഞ പരിപാടികൾ മൊത്തം തീർന്നു. അയ്യോ, ഇവിടെയൊക്കെ നമ്മൾ നടക്കുമ്പോഴും നോക്കണം. അച്ഛൻ ഓരോന്ന് കുഴിച്ചിട്ടുകൊണ്ട് അതിലൊന്ന് ചവിട്ടിയിട്ടും പോകാൻ പാടില്ല. അടുത്ത് നല്ല മഴ ഇരുന്നിട്ടാണ്. നമ്മളതിൽ കറക്റ്റ് ടൈം ഏകദേശം എല്ലാം തീരുകയും ചെയ്തു. ഇടയിലൊക്കെ ഞാൻ എന്നത് അവിടെ കുഴിച്ചിട്ടു, പിന്നെ നമ്മൾ അപ്പുറത്ത്, പിന്നെ ആദ്യം കുഴിച്ചിട്ടു അവിടെ. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്താ പറയുക, ഇടയിൽ രണ്ടെണ്ണമൊക്കെ ഒരുമിച്ച് ഞാൻ കുഴിച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഈ അടക്ക ഇല്ലാത്ത ചില സാധനങ്ങളുണ്ടായിരുന്നല്ല, അത് നമ്മൾ എന്താക്കിയെന്ന് വെച്ചാൽ അതും അതിൻ്റെ കൂടെ അടക്ക ഉള്ളത് കൂടെ കൂട്ടിയിട്ട് വെച്ച്. കാരണം എങ്ങാനും അടക്ക ഇല്ലാത്തത് മുളച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇനി വലുതായില്ലെങ്കിലോ അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കണം. നമ്മൾ കുഴി കുത്തിയതല്ല എന്തായാലും. അപ്പോൾ എന്താ പറയുക, ഇനി ബാക്കി ഞാനൊന്ന് കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വരാം ഗൈസ്. ഓക്കെ. ഹേ ഗൈസ്, അങ്ങനെ കുളി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫുഡും കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. ഇപ്പം തന്നെ സമയം ഏകദേശം 2:30 നമ്മൾ രാവിലെ ഒന്നാമത് എണീക്കാൻ ലേറ്റ് ആയി. ശരിക്കും ഇത് രാവിലെ ഒരു 10 മണിയാകുമ്പോൾ തീർത്ത് ഞാൻ പിന്നെ ഫ്രീ ആവണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എണീക്കാൻ തന്നെ 10 മണി 10:30 ഉണ്ട്. 10:30 ആയിട്ടുണ്ട്. പിന്നെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിതെല്ലാം പറിച്ച് പിന്നെ വിചാരിച്ചെടുത്ത് കിട്ടിയില്ല. കാരണം ഒരു 10-12 ഇതല്ലായിരുന്നു, തയ്യല്ലായിരുന്നു മൊത്തം. കഴിച്ച് ഞാൻ പിന്നെ എണ്ണി നോക്കി 48 കുഴിയാണ് നമ്മൾ കുഴിച്ചിട്ടുള്ളത്. ചിലതിലൊക്കെ നമ്മൾ 2 വെച്ചൊക്കെ വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ 48 കുഴി കുഴിച്ചു ഗൈസ്. ഇനിയിപ്പോൾ നാളേക്ക് മേല് കൈയൊക്കെ വേദന ഉണ്ടാവുമോ അല്ലെങ്കിൽ എണീക്കാൻ പറ്റുമോ എന്നുള്ള അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഇന്ന് ഹാപ്പിയാണ്. ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് ചെയ്തല്ലോ ഗൈസ്. മച്ചാൻ വിളിക്കുന്നുണ്ട, കാണുന്നുണ്ട, എടുത്തോക്കട്ടെ. ഹലോ മച്ചാ, ഞാൻ അതായത് നേരത്തെ റിങ് ചെയ്തായിരുന്നു. ഞാനില്ലേ ഇപ്പൊ ഫോണ് കണ്ട് മിസ് കോൾ ഞാൻ കണ്ട്, പക്ഷെ തിരിച്ചു വിളിക്കാൻ ഞാനില്ല, വ്ലോഗ് എടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ അതൊന്ന് ലാസ്റ്റ് വൈൻഡപ്പ് ചെയ്യാനായി. അപ്പൊ എന്റേതിന് ശേഷം തിരിച്ചു വിളിക്കാന്ന് വിചാരിച്ചു. വ്ലോഗ് മച്ചാ, ആസ് എ ലൈഫ് സ്റ്റൈൽ വ്ലോഗർ ഞാൻ വീട്ടിൽ നിന്നുകൊണ്ട് കണ്ടന്റ് ഉണ്ടാക്കി തുടങ്ങി. മച്ചാ, അതായത് കുറച്ച് വലിയ പരിപാടിയായിരുന്നു. ഞാനൊന്ന് ചുരുക്കി ഇതാക്കിയിട്ടുണ്ട്. മച്ചാൻ വീഡിയോ വരുമ്പോ മനസ്സിലാവും. സംഭവം എന്താന്ന് വെച്ചാല് നമ്മളെ ഈ മെയിനായിട്ട് എന്താ പറയാ മുന്നിലൊക്കെ ഉള്ള ചെടികളൊക്കെ ഇല്ല വെച്ചാ, അതിന്റെ ഇടയിൽ ആവശ്യമില്ലാണ്ട് മുളച്ചു കയറിയിരിക്കുന്ന മറ്റേ കവുങ്ങിന്റെ തയ്യാളുടെ തന്നെ അതെടുത്തിട്ട് മാറ്റി കുഴിച്ചിട്ടാ. ഇതായിരുന്നു കണ്ടന്റ്. വീഡിയോ മച്ച വീഡിയോ 10 20 നിൽക്കൂല മച്ചാ, എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ തന്നെ പറിച്ചു, ഞാൻ തന്നെ കുഴിച്ചിട്ടു. ഞാൻ രാവിലെ എണീക്കുന്ന മുതലുള്ള വ്ലോഗ് എടുത്തിട്ടുണ്ട് മച്ചാ. ഇത് വരുമ്പോ മനസ്സിലാവും. എല്ലാം ഇനിയുണ്ട്, അടുത്തതുണ്ട്. ഇനി ചെടി വെച്ചിടാനുണ്ട്. ഞാൻ ഇവിടെ റോഡ് പണി നടക്കാനുണ്ടല്ലോ, അപ്പൊ അതൊന്ന് കഴിഞ്ഞിട്ട് വേണം അപ്പുറത്തെ റോഡിന്റെ സൈഡിലായിട്ട് ചെടി വെച്ചിടണം. അതൊരു കണ്ടന്റ്. ഓക്കെ മച്ചാ, ഞാൻ ഏതായാലും ഇതൊന്ന് വീഡിയോ ഒന്ന് അതിന്റെ പേരിട്ടെ വിളിക്കാം. ഓക്കെ ശരി ഗൈസ്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മച്ചാൻ ചുമ്മാ വിളിച്ചാണ്, വെറുതെ വിളിച്ചാണ്. അപ്പോൾ ഇത് നമുക്ക് വ്ളോഗിൽ ആഡ് ചെയ്യാം. അപ്പൊ മച്ചാൻ ഈ വീഡിയോ കാണുമ്പോൾ അപ്പൊ മനസ്സിലായിക്കോളൂ.
അപ്പൊ guys, എന്താ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനിയിപ്പോ ഇന്നത്തെ പരിപാടിയൊന്നുമില്ല, പരിപാടി ഇല്ലെന്നല്ല, ഇനി വേറെ പുറത്തു പോകാൻ പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇതുണ്ട്, എഡിറ്റ് ചെയ്യാനുണ്ട്, ഒരു വീഡിയോ ഷോർട്സും പരിപാടിയൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയില്ല. ഞാൻ ഇങ്ങനത്തെ കണ്ടന്റുകൾ കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാട്ടെ. വീട്ടിലുള്ള കുറച്ച് പരിപാടി എനിക്കൊന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ സാഹചര്യങ്ങൾ പലപ്പോഴും അത് പറ്റാറില്ല. ചിലപ്പോൾ നമ്മള് ഇപ്പൊ ഈ ട്രൈപ്പോഡ്, എന്റെ ട്രൈപ്പോഡ് ഇല്ലായിരുന്നു, എന്താ ഈ ട്രൈപ്പോഡ് നിർമ്മലയാണ്. അപ്പൊ അത് ആളുടെ അടുത്ത് മേടിച്ചു വന്നു. അപ്പൊ ഞാൻ ട്രൈപ്പോഡ് മേടിക്കണം. അപ്പോൾ അതായത് ഇങ്ങനത്തെ വീഡിയോസ് എങ്കിലേ ട്രൈപ്പോഡിന്റെ ആവശ്യമുള്ളൂ. എന്തായാലും കുഴപ്പമില്ല. എന്താ ഞാൻ പറയുന്ന വോയിസും കാര്യങ്ങളൊക്കെ കറക്റ്റ് കിട്ടിയിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം മൈക്കില്ലല്ലോ. ഞാൻ ഇതിൽ ഡയറക്റ്റ് പറയുന്ന ഈ വോയിസ് ക്യാച്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഗൈസ്, എന്താ ബാക്കി വിശേഷങ്ങൾ ഞാൻ ഇനിയും കുറെ പരിപാടികളുണ്ട്. ഇങ്ങനെ വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് താഴെ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്നെ പേഴ്സണലി അറിയാവുന്നവരാണ്. ഇത് ഈ വീഡിയോ കാണുന്ന കൂടുതൽ പേര് എന്നെ പേഴ്സണലി അറിയാവുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചാലും കുഴപ്പമില്ല. ഇങ്ങനത്തെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അറിയിക്കാം, വിവരം അറിയിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അറിയാത്തവരാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഈ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈഫ് സ്റ്റൈൽ, വീട്ടിലെ പരിപാടികളോ അതും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് രസകരമായ സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മളത് വീഡിയോ ആക്കാവുന്നതാണ്. അപ്പൊ അത്രയുള്ള കേസ്, ഞാൻ കൂടുതൽ വലിപ്പിച്ച് ഇതാക്കുന്നില്ല. ഓൾറെഡി ലാഗാണ്, എനിക്കറിയാം. കുറെ കാര്യങ്ങൾ നമ്മൾ വലിപ്പിച്ച് ചെയ്തിട്ടില്ല. എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ വരാം ഗൈസ്. അപ്പോൾ ടാറ്റാ, ബൈ.